ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? എനിക്കറിയാം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ നല്ല കട്ട വെയിറ്റിംഗ് ആണെന്നുള്ളത്. കാരണം ഒരുത്തപ്പ പള്ളിയിലാണ് നെഞ്ഞത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്ത എന്താ അറിയോ ഇപ്പൊ? ഇതാരൊക്കെ ചെയ്യുന്നു എനിക്കൊന്ന് കാണണം. കാരണം ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ഇവൻ പക്ക ഫ്രോഡാണ്. ഇവൻ റീച്ചിനും ഓന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് എന്ത് നുണയും പറയും, ഏതറ്റം വരെ പോവും ചെയ്യുന്നു. അങ്ങനെ ഒരുത്തനാണ് ഈ കുറ്റിപ്പുറം കാക്ക ജാസി എന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിരുന്നു. പക്ഷെ അന്നൊക്കെ കുറച്ച് നന്മ മരങ്ങൾ ഉണ്ടായിരുന്നു. ഓലും കൂടി ഇങ്ങോട്ട് അടുത്തേക്ക് വാട്ടോ. കാരണം ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കൈ കാട്ടിയിട്ടാണ് പെയ്ക്കോ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞോളാം. ഇതിപ്പോ ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ? മിനിഞ്ഞാന്ന് ഞാനും ആസിയുടെ അമ്മയും പാടെ ഫോണിലൂടെ കുറച്ചു നേരം സംസാരിച്ചു. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു. അമ്മ പറയണ ഇത് തന്നെ, ഇത് നന്നാവൂല. കാരണം എന്താ അറിയോ, ഇത് നന്നാകേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. ഓനിക്ക് വെറുതെ നക്കി പടിഞ്ഞു ഈ ആശിക്ക്. കാരണം ഇവൻ ഫുള്ള് ചെലവിനും കൊടുത്തിട്ട് പിന്നാലെ കൊണ്ടെടുത്തല്ലേ. പേരിനാണെങ്കിലോ ഓൻ്റെ നല്ലൊരു മൂല്യരും ഉണ്ട്. അങ്ങട്ടളവ് ഇങ്ങട്ടളവ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അതിന്റെ പവർ ഇനി കയ്യോളം ചിലപ്പോ ഈ ചങ്ങായി ഉണ്ടാവും. പവർ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ പവർ ഒന്നര കൂടുമ്പോഴത്തേക്കെങ്കിലും ഇവൻ തടി തപ്പും. ഇവന് ആശി അറിയണ നല്ല മുങ്ങാൻ അറിയുന്ന ഒരാളാ. അതാണ് പിന്നെ ആകെയുള്ള സമാധാനം. നിക്കണ നിലമ്പാട് മുങ്ങും. അപ്പൊ ഓന് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിക്ക് പോയതാ. ഓൻ കക്കൂസിക്ക് പോയ ഓൻ പിന്നെ പൊന്തുന്നത് ഇവന്റെ പെരയിലാ. ഓന്റെ പാസ്പോർട്ട് ഇന്ന് വരെ ഓന്റെ കജ്ജി കിട്ടിയിട്ടില്ല. അതൊക്കെ അവിടെ വെക്കട്ടെ, അതൊന്നും പറയാൻ വന്നതല്ല. ഇപ്പൊ ഞാൻ വന്നത് എന്താ വെച്ചാ, ഞാൻ നിങ്ങളെ ഓന്റെ ഉമ്മാനോട് സംസാരിച്ചു. ഓന്റെ ഉമ്മാനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചോദിക്കണം എന്നുണ്ട്. എന്ത്? അല്ലമ്മ, മജുവിനിക്ക് പള്ളിയിലാണെന്നൊക്കെ കേട്ടു. വയറ് കാണാൻ പോണില്ലേ? കുറച്ച് ആപ്പിളോ മുന്തിരി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോണ്ടേ? വേണമെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ അറിയോ, ആ ഉമ്മാടെ ഒരവസ്ഥയും ആ ഉമ്മാടെ ഒരു ഗതികേടും ആലോചിച്ചാ ഞമ്മക്ക് അതിനോട് ഒരു തമാശ പോലും പറയാൻ തോന്നൂല. ഉള്ളൊരു മകൻ ഈ കോട്ടും സൂട്ടും ഇട്ടിട്ട് ഈ ചങ്ങായിയുടെ പിന്നാലെ പള്ളിയിലാണ്, നെഞ്ഞത്താണ്, മൂട്ടിലാണെന്നും പറഞ്ഞ് നടക്കുക. അതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മാനക്കേടിലുമാണ് പോലും ആ കുടുംബം ജീവിക്കുന്നത്. ഇപ്പോ വിഷയം അതൊന്നുമല്ല. എനിക്ക് ഒരൊറ്റ കാര്യത്തിലായിരുന്നു, ഞാൻ ഇത് അവസാനം ചെയ്യുള്ളൂ വീഡിയോ എന്നുള്ളിലേക്ക്. എന്റെ വീഡിയോ ഒക്കെ കാത്തിരിക്കാൻ എനിക്കറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് മെസ്സേജ് വന്നിക്കണു. ഏത് ഈ ജാസിന്റെ വീഡിയോ എന്താ ചെയ്യാത്ത, എന്റെ വീഡിയോക്ക് വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ മുമ്പ് എനിക്ക് ഓന്റെ അടുത്ത് കിട്ടേണ്ട ഒരു കാര്യം തന്നെ ഉണ്ട്. അത് പലരെയും സംശയമാണ്. ഞാനതിങ്ങനെ പറയലുണ്ടെങ്കിലും ഇങ്ങക്ക് ആർക്കും അറിയില്ലല്ലോ. പക്ഷെ ഏതോ ഒരു യൂട്യൂബർ എട്ടിന്റെ ഒരു പണി കൊടുത്തു. ആദ്യം ആ വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. ഒരു ഇന്റർവ്യൂല് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻജോയ്മാർ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത് കുറെ അയച്ചു തന്നു. അതെനിക്കറിയില്ല. അത് ഇന്റർവ്യൂ ചെയ്ത് കാണാൻ ചോദിച്ചത്. ജാസി സർജറി ചെയ്യാത്തോണ്ട് പബ്ലിക്കലി ഇറങ്ങുമ്പോ ജാസി ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത്, അതാണ് ഏറ്റവും വലിയ സംഭവം. ഞാൻ പബ്ലിക്കിൽ പോകുമ്പോ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെ റോട്ടിൽ തൂറല. ഇപ്പോ റിനിയ മെഡിസിറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഓൾറെഡി നമുക്ക് അതേഴ്സിനുള്ള ടോയ്ലറ്റ് ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ടോയ്ലറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ടോയ്ലറ്റ്സ് മാത്രമേ കയറുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരു ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഒരു പെട്ടെന്ന് നമുക്ക് ഒരു യൂറിൻ പാസ് ചെയ്യാൻ പമ്പില് ഓൾറെഡി ജെന്റ്സ് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ലേഡീസിന്റെ ടോയ്ലറ്റിൽ കയറുമ്പോൾ പ്രശ്നമാണ്. ജെന്റ്സിന്റെ ടോയ്ലറ്റ് എങ്ങനെ തന്നെ കൊണ്ട് ഞാൻ ഒന്നുകൂടി പറയും, കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ്. ജെന്റ്സിന്റെ ടോയ്ലറ്റ് കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് അത് നമ്മളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ലേഡീസിന്റെ ടോയ്ലറ്റിൽ കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ്, ജെന്റ്സിന്റെ ടോയ്ലറ്റിൽ കയറുമ്പോഴും നമുക്ക് പ്രശ്നമാണ്. ആരെയും നമ്മള് അനക്ക് പ്രശ്നം? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങള് ജെന്റ്സ് ആണെങ്കിൽ ജെന്റ്സിന്റെ പോവും, ലേഡീസ് ആണെങ്കിൽ ലേഡീസിന്റെ പോവും. ഈ രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നമില്ല. അനക്കാണ് പ്രശ്നം. അപ്പൊ നമുക്ക് എന്ന് പറയണ്ട, അനക്ക് അത് മതി കേട്ടോ. ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പൊതുവെ അങ്ങനെ ഉണ്ടാകുമ്പോ നോർമലി ജെന്റ്സിന് ടോയ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട്. അവിടെ ആളുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അത് കേട്ടാ മതി. അപ്പൊ എന്നാ പ്രസവം എന്നാ പറഞ്ഞത്? ആ ഒരൊറ്റ വാക്ക് കേട്ടാ മതി. അതിനാ ഞാൻ ഇത്തിരിയും വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ പോയത്. മനസ്സിലായോ? നാടുകാണി വഴി, നിലമ്പൂര് വഴി, വയനാട് വഴി ഇങ്ങനെ ചിരിച്ചത് എന്തിനാ അറിയോ? എന്റെ ഈ ഒരൊറ്റ ആൻസറിന് വേണ്ടിയിട്ട്. ഏത്? ഗതി കെട്ടാ പുല്ലും തിന്നു കേട്ടിട്ടില്ലേ? അതേമാതിരി ഓൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്റ്സിന്റെ എത്ര യൂസ് ചെയ്യല്ലേ? ജെന്റ്സിന്റെ. കാരണം ഈ കൊലെല്ലാം ഓനെ പിന്നെ ലേഡീസിന്റെ ബാത്റൂമിൽ കയറ്റുമോ? അത് ഓനിക്കും അറിയാം മേത്ത് വരുത്താകുന്ന കാര്യമാണെന്ന്. എന്നിട്ട് ഓനാ പെറാ നടക്കണത്. കേക്കണം കളെ. അല്ല എങ്ങായി
ഞാനതല്ല, അനക്കിപ്പോ ഈ പള്ളിയിലുണ്ടായി എന്ന് അറിയുന്നില്ലേ, എന്ത് എങ്ങനെയാണ് അത് ഇതൊന്നും പറഞ്ഞിട്ട് എക്സാണ്ടർ വഴി സെൻഡ് ചെയ്താ അത് വാട്സാപ്പ് വഴിയോ? എനിക്കൊരു പിടുത്തമല്ല. ഇതിപ്പോ എന്തായാലും ഇപ്പൊ ഇവിടുന്ന് പാലക്കാട്ട് പോകണമെങ്കിൽ അതിനൊരു വജ്ജ് വേണ്ടേ? ഇജ്ജ് എന്താ ഈ കാട്ടിയിരിക്കുന്നത്? പിന്നെ എന്റെ വയറ് കൂടിയതാ പ്രശ്നം വെച്ചെങ്കിൽ ആ ചുമരിന്റെ മൂലൊക്കെ പോയി നാഞ്ഞൊരു വളിയ ഇട്ടാ മതി. പ്രായത്തിന്റെ ഗ്യാസ് കയറിയതാ. അതാണ് അമ്മയായി പോയിക്കോളും. അതിനിച്ച് വലിയ പള്ളയിലെ പെണ്ണുങ്ങളെ മാരില്ല മറ്റേ ആക്ഷന് മാറ്റിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഇജ്ജ് ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതിമ തന്നെ എന്റെ ആൻസർ ഉണ്ട്. എന്ത് ജെൻസിന്റെ ബാത്റൂമിൽ പോയിട്ട് മൂത്രയിക്കാന്ന് പറഞ്ഞില്ലേ, അതെനക്ക് ആ കൊല ഉള്ളതുകൊണ്ടല്ലേ. ആ കൊല വെച്ചിട്ടല്ലേ ഇപ്പൊ ഇജ്ജ് പറയാൻ നിൽക്കുന്നത്. അന്റെ വേറുന്ന അന്റെ പേറ്റിന് വാർക്കാൻ ഞാൻ വരാം കേട്ടോ. അന്റെ കുട്ടീനെ കുളിപ്പിച്ചലും അന്നെ കുളിപ്പിച്ചലും ഒക്കെ ഞാൻ ചെയ്തോളാം. നമുക്കൊന്ന് നോക്കാലോ ഇതെന്താ സംഗതി എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ? ഈ പ്രോഗ്രാം ഇപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് നടന്നതാ. അന്നോന്റെ പള്ള കണ്ടില്ലേ ഞങ്ങളെ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ ഓന്റെ പള്ള കണ്ടില്ലേ? ആ ഓനാണിപ്പോ ഒരു വെച്ചുകെട്ടും കെട്ടിയിട്ട് ഓനക്ക് 5-ാം മാസമാണ് 6-ാം മാസമാണ്. നിങ്ങൾ കുറച്ച് കൊല്ലം കൂടി വെയിറ്റ് ചെയ്യും, ഇതിപ്പൊ പെറുന്നും പറഞ്ഞിട്ടിരിക്കണത്. അത് നമ്പാനും വിശ്വസിക്കാനും കുറെ യൂട്യൂബേഴ്സും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവനെ പണ്ടൊക്കെ കുറെ ആളുകൾ താങ്ങിന്നു. അവരും ജീവിച്ചോട്ടെ, അവരും മനുഷ്യരല്ലേന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഇപ്പൊ ഇതിന്റെ അവസാനം? എല്ലാരെയും ആക്കിയിട്ട് ജീവിക്കുകയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇതന്നെയാണ് ഇവൻ എന്താ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇവൻ ഏറ്റെടുക്കാത്തത്. ഓലിക്കറിയാ ഇവൻ ലോക ഫ്രോഡാണെന്നുള്ളത്. ഇവൻ റീച്ചിനും ഇവന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടുക എന്നുള്ളത്. അത് ഈ ആശിക്കും അറിയാം. മനസ്സിലായോ? ആശി പിന്നെ ഓന്റെ ചെലവില് ഫ്രീ ആയിട്ട് നക്കാൻ കിട്ടും, അതും വാങ്ങി. വിയർപ്പിന്റെ അസുഖമുണ്ട്, കാരണം ഓന്റെ മഴത്ത് വന്ന വീടിന് വാടക കൊടുക്കണം, ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം, വീട്ടിലത്തെ ചെലവ് നോക്കണം. ഇതാകുമ്പോ ഒരു കോട്ട് സൂട്ടിട്ട് അവിടെ ഇരുന്നാ മതിയല്ലോ. ഇടയ്ക്ക് എനിക്ക് ഒരു ഉമ്മ ഇങ്ങനെ കൊടുക്കുക. ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാണ്, ഞങ്ങള് ഭയങ്കര ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചാൻ വേണ്ടിയിട്ടുള്ളൊരു കാട്ടിക്കൂട്ടല്. എന്താ പൈസ തന്നെയല്ലേ ഈ വന്നുകൊണ്ടിരിക്കണത്. ഓനിക്ക് പൈസ ഒന്നും കിട്ടില്ല, നക്കാൻ കൊടുക്കുക. ഈ പട്ടിനെ വളർത്തിയ മാതിരി ഇങ്ങനെ എല്ലും കഷ്ണം ഇട്ട് കൊടുത്താൽ മതി, അത് പിന്നാലെ അങ്ങനെ കൂടിക്കോളൂ. അത്രേ ഉള്ളൂ ആശി. ഇതൊന്നല്ല, ഞങ്ങൾക്ക് ഇവന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഗീറുള്ള സ്കൂട്ടർ ഡ്രൈവർ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. അതേമാതിരി തന്നെ ഇതും. ഈ ഗീറുള്ള ഓൻക്കാണ് വിശേഷം. എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നല്ല. സീരിയസ്ലി നുണ പറയുന്നല്ല. അപ്പോ ഇന്നതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് ഭയങ്കര ബോഡി ഭയങ്കര വീക്ക്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവൻ ചെക്കപ്പിന് പോയിട്ട് അത് സ്കാൻ ചെയ്താ പറയും എന്താ ഈ കുട്ടിയുടെ കാല് പുറത്താണ്. ഡോക്ടറോട് പറയാൻ പറ്റുമോ? ഇപ്പൊ പ്രസവിക്കാൻ വന്നാലേ അതോന്റെ കൊലയാണെന്നുള്ളത് പറയാൻ പറ്റൂലല്ലോ. ഡോക്ടർ പറയും ഇതെന്താ കുട്ടിയുടെ കാല് പുറത്തുണ്ട് കേട്ടോ പറയും. അതാ കാലപ്പോ ചെക്കപ്പില് കിട്ടുക. അല്ലാതെ എന്ത് റിസൾട്ട് കിട്ടുക ചെക്കപ്പില്? ഈ ആണായി കിടക്കണപ്പം പള്ളയിലാന്നും പറഞ്ഞ ചെക്കപ്പിന് എന്നിട്ട് ആ വീഡിയോ ഒരു 4-5 ദിവസം മുമ്പത്താ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോണ വീഡിയോ ഒരു 3 ദിവസം മുമ്പുള്ള ഒരു കട ഉദ്ഘാടനം ചെയ്തതാ. ഇവനൊക്കെ വെച്ച് കട ഉദ്ഘാടനം ചെയ്യണ ആ മൊലാളി എത്ര വലിയ മഴവില്ലാവുന്ന് നമുക്ക് ഊഹിച്ചാലോ. ആ ഓണർ അവസ്ഥ ആലോചിച്ച് നോക്കാം. വല്ലാത്തൊരു ചങ്ങായി തന്നെ ചങ്ങായിയേജ്. ഇങ്ങനെ കുറെ എന്തിനാ ഇവനൊക്കെ കടലിനൊരു പിടുത്തമല്ല. സംഭവം ഉദ്ഘാടനത്തിനെന്നും പറഞ്ഞ് ചെന്നിട്ട് ഓൻ കുറെ പെരിച്ചായി മണ്ണ് മാന്തണ മാതിരിയെ കുറെ മാന്തി നോക്കി, കത്രിക കൊടുത്തില്ല. സംശയം ഉണ്ടോ? ഇതാ കണ്ടോ? കണ്ടോ കണ്ടോ? ആ കത്തിരിമക്കാണ് ആ പോണത് കയ്യോന്റെ. ബംഗാളി ഓനും പിന്നീട് ഇന്ന് കജ്ജൊട്ടി. കാരണം ഓനെ ഉദ്ഘാടനത്തിനെന്നും പറഞ്ഞ് വിളിച്ചിട്ട് ആ പെണ്ണാട് കെട്ടി നിൽക്കണേ. എന്താ അങ്ങനെ? അത് ശരി. അപ്പൊ ഊക്കാൻ കൊടുത്തതാണെന്നുള്ളത് ഏറെക്കുറെ ഇപ്പൊ തിരിഞ്ഞുകൊണ്ടു. പക്ഷെ എന്നാലും മഴവല്ല് മലയാളി നിങ്ങളെ ഞാൻ സമ്മതിച്ചുകൊണ്ടു കേട്ടോ. ചില്ലറക്കാരനൊന്നല്ല നിങ്ങള്. ഇതൊന്നുമല്ല കോമഡി. ആ നാട മുറിച്ചതിന് ശേഷം പിന്നെ എന്തുണ്ടായി അറിയോ? നേരെ സ്റ്റേജ് മക്ക. അത് നിങ്ങൾ കേക്കും, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതാ അതിന്റെ വാപ്പേ
കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? ജാസിനെ അപ്പം ഇനി ബിഗ് സ്ക്രീനിൽ കാണാൻ കുറച്ച് ഓഫേഴ്സ് ഒക്കെ വരുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിലോ ഓന്റെ ഈ ഇൻസ്റ്റാഗ്രാമത്തെ റീലില്ലേ, അത് കൊണ്ട് ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ ഇടാൻ പറ. എന്നാ പിന്നെ ബിഗ് സ്ക്രീനിൽ തന്നെ അവനെ കാണാൻ കേട്ടവളെ. ഇതുവരെ മറ്റേ ബിഗ് ബോസിക്ക് പോയ കഥകൾക്ക് അറിയില്ലേ എന്തായിരുന്നു ബിഗ് ബോസില്? ബിഗ് ബോസിലേക്ക് പോകാൻ പോകാറിട്ടോ അങ്ങനെ മണ്ണിന്റെ അടിയിൽ നിന്ന് നീച്ചു വരിക, അൽമാരുടെ പിന്നിന്ന് വരിക, പാവാട മാറ്റുക, സാരി എടുക്കുക, ചുരിദാർ എടുക്കുക, ഇനി നിങ്ങളെ നയിക്കാൻ ഞാനും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ വന്നിരുന്നത്. അവസാനം എന്തായി? ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. ആരെ ഇജ്ജ് സ്വയാണ് തീരുമാനിച്ചിരിക്കുക ബിഗ് ബോസിൽ ഇജുണ്ട് എന്നുള്ളത്. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ബിഗ് ബോസിന്റെ ആളുകളെ. അങ്ങനെ അതാണ് പോയി. എന്നിട്ടിപ്പോ അതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ ബിഗ് സ്ക്രീനിൽ വെയിറ്റ് ചെയ്യുക അത്രേ. തൽക്കാലം ഇപ്പൊ ഉള്ള വീഡിയോ ഏതെങ്കിലും തിയേറ്ററിലൊന്നും ഇട്ടുതരാൻ പറയും. അങ്ങനെ വരും ബിഗ് സ്ക്രീനില്. അല്ലാതെ ഈ 9 മുമ്പ് പറഞ്ഞില്ലേ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്ന്. ഇവ അഭിനയിക്കാൻ പോയപ്പോ ഇവനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു അത്രേ. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാതെ അങ്ങോട്ട് പോകുന്നതെന്ന്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ? ഒന്നിനാത്രം പോകുന്നൊരാണല്ലേ. ഈ വെച്ച ചിരട്ട അഡ്ജസ്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കണത് ഈ മോയന്തിനോട്. അത് എടുത്ത് നേരെ വെക്കുന്നത്. ഒരു ദിവസം താഴത്താണെങ്കിൽ ഒരു ദിവസം മുകളില്, ഒരു ദിവസം ചെരിഞ്ഞിട്ട്, ഇതൊന്ന് നേരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാ പറഞ്ഞേക്കണത്. അപ്പൊ ഓനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്ക ചുറ്റോന് തിരിഞ്ഞു നടക്കുക. കേൾക്കണം, ഇതൊക്കെ നമ്മളാണ് വിശ്വസിക്കണം. വിശ്വസിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇല്ലെങ്കിൽ ഓന്റെ ഫാൻസിന് അടങ്ങാറായാലോ. ഇവന്റെ കമ്മ്യൂണിറ്റിനെ ഇവൻ അംഗീകരിക്കുന്നില്ല. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളും ഇവൻ തന്നെ. ഇതൊക്കെ കേട്ടോക്ക. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നല്ല ആൾക്കാരുണ്ട്, എന്നാൽ ചീത്ത ആൾക്കാരുണ്ട്. അതിന് നല്ലത് ഇവനാക്കാറ് കേട്ടോ, ചീത്തൊക്കെ മറ്റോലോ. വളരുന്നത് വളരെ കണ്ണുകടിയോടെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അത്തരം സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു എന്റെ കമ്മ്യൂണിറ്റിയിൽ. അത്തരം സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ ഒഴിവാക്കി. ഇപ്പൊ അത്തരം സുഹൃത്തുക്കൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് പോലും അല്ല. അവരുമായിട്ട് ഒരു തരത്തിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യണം. നമ്മളെ വീട്ടിൽ വന്ന് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും കൂടെ നടന്നിട്ട് നമ്മളോട് നമ്മളെ മറ്റുള്ള ഭാഗത്ത് പോയിട്ട് ഭയങ്കര പേടായിട്ട് പറഞ്ഞ് നമ്മളെ നല്ലത് മനസ്സിലായോ? ഇല്ലല്ലേ? പെരീക്ക് വന്ന് നമ്മളോട് എടുത്തു നിന്ന് നമ്മളോട് മറ്റൊപ്പം കൂട്ട് നിന്ന് ഇവന്റെ വിചാരം ഇവന്റെ പുളിശ്ശേരി സാമ്പാറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നേരെ അപ്പുറത്ത് പോയിട്ട് ഇവൻ വലിയ സംഭവമാണെന്ന് പറയുന്നതാണ്. ഇവൻ ഇവനെ കണ്ടവർക്ക് ഓൽക്കറിയില്ലേ യഥാർത്ഥ ഒറിജിനൽ ട്രാൻസ്ജെൻഡറിനെ അറിയാം. ഈ വർഗത്തിൽപ്പെട്ട ആളുകളെ വേറെ അറിയാം, ഓലെ ആളുകളെ ഓൽക്ക് വേറെ അറിയാം. ഇവൻ ഒരു പെണ്ണും കെട്ടി അതിനെയും കാര്യം തീർത്തിട്ട് ഹണിമൂണും കഴിഞ്ഞ് ഇല്ല വിരുന്നും കഴിഞ്ഞിട്ട് ഓൻ പെട്ടെന്ന് ഞാൻ പെണ്ണാട്ടോ എങ്ങനെയുണ്ട് എന്നിട്ട് ഓനെ പോലെ ഏറ്റെടുക്കണോ? അത്രക്ക് ചീപ്പൊന്നും അല്ല നമ്മളെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർമാർ, അതെനിക്ക് ഉറപ്പാണ്. തന്നെ അടുപ്പിക്കണില്ലല്ലോ അവനെ. ഇവൻ ഒഴിഞ്ഞു നിക്കണെന്താ? ഓല അടുപ്പിക്കണില്ല. ഓലിക്ക് അറിയാം ഇവൻ ഫ്രോഡാണെന്ന്. ഓലിക്കും ഒരുവിധപ്പെട്ടവർക്കും ഒക്കെ അറിയാം ഇവൻ ഫ്രോഡാണ്, റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണ്, ഇത് പക്കാ നാടകമാണെന്ന്. ഇതൊന്നും മനസ്സിലാകാതെ കുറെ എണ്ണം ഒലിപ്പിച്ചും കൊണ്ട് നന്മമരം കളിച്ചും കൊണ്ടും നടക്കുക. ഇത് ഓൻ വിചാരിക്കണ എന്താ അറിയോ? ഓനെ എതിർക്കണോലാണ് ബുദ്ധിമാന്മാരെ, ഈ ഓനെ അക്സെപ്റ്റ് ചെയ്യണോലൊക്കെ മൊയന്തളാന്ന് ഓൻ സ്വയം വിചാരിക്കുന്നുണ്ട്. കാരണം ഇതല്ലേ കോലം. ഓന്റെ ഈ ഡ്രാമ കളിയില് അതിന് സെന്റി അടിച്ചിട്ടും അതിന് കമന്റ് അടിച്ചിട്ടും ഇങ്ങനെ നടക്കണില്ലേ? പിന്നെ ഓൻ എന്താ വിചാരിക്കുക? ഓന്റെ ഉദ്ദേശം കറക്റ്റ് സക്സസ് ആയി. അതന്നെ സംഭവിച്ചേ. നിങ്ങളിപ്പോ ഇങ്ങനെ അടിക്കടിക്ക് പറയണ്ടല്ലോ എന്ത് പോലെ എങ്ങനെയാലും ജീവിച്ചോട്ടെ, എന്തിനാ ആവശ്യമില്ലാത്തിന്നുള്ളത്. അപ്പൊ പറയേണ്ടവര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇതൊന്ന് കേട്ടോക്കാം നിങ്ങള്. ഗർഭിണിയായെന്ന് പറയുന്നത്. അപ്പൊ ഗർഭപാത്രമുള്ള സ്ത്രീകളൊക്കെ പോയി കടത്തി ചാടി വായിക്കണോ? ഇനി ഗർഭപാത്രം എന്ന് പറഞ്ഞ സംഭവം എന്താണ്, അതിനെ കുറിച്ച് എന്താണ്, അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഗർഭിണി എന്ന് പറഞ്ഞ് ഈ ജാസി കണ്ട ചാനലുകളെല്ലാം പറയുമ്പോ തീർച്ചയായിട്ടും ജാസി സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്ത് സമൂഹത്തില് പല സ്ത്രീകളുടെയും മാനത്തെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു, യഥാർത്ഥ സ്ത്രീകളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ സ്ത്രീ എന്നും ഞാൻ പറയില്ല, ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഇതന്നെയാണ് ഈ ആഷിയുടെ അമ്മി ഞാനും പലരും ഒക്കെ പറഞ്ഞിരുന്നത്. എന്ത് ഇവൻ ലോക ഫ്രോഡാണ് എന്നുള്ളത്. മനസ്സിലായോ? ഓപ്പൊ ഗർഭപാത്രം ഓനിക്ക് അലുമിനിയ പാത്രമാണ്. ഇവനിക്ക് ഗർഭപാത്രം
എന്നിട്ട് മോനെ അതിന് കാണിച്ചു കൂട്ടുന്നതും അതിന്റെ ഇവൻ പെണ്ണുങ്ങൾ വെറുമ്പോ എന്തൊക്കെയാ കുടിച്ചാ എന്തൊക്കെയാ തിന്നാ ഇതൊക്കെ അബ്ബനാണല്ലോ പറയണത്. എന്തായാലും നല്ല പണി ഒരിക്കൽ കിട്ടും. കൂടുതലൊന്നും അവന്റെ ഈ കളി നടക്കൂല. ഇപ്പൊ ഇതിലിടക്കും പറഞ്ഞിരുന്നല്ലോ 3 ലക്ഷത്തിന്റെ വാച്ച് എന്നും പറഞ്ഞിട്ട് വന്നിരുന്നല്ലോ. 99 ഉറുപ്പ്യക്ക് 2 കിട്ടുന്ന വാച്ച് 3 ലക്ഷത്തിന്റെ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇന്നാലോ ഈ സംഗതി നുണയാണ് എന്നുള്ള പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിറി ഉണ്ടാവും. മറ്റവന് അപ്പുറത്തും ഉണ്ടാവും തൊട്ടി ചിറിയും കൊണ്ട്. രണ്ടിനും ഉളുപ്പും നാണവമാനം എന്ന് പറയണതില്ല. ഇന്നലത്തെ മറ്റേ പരിപാടിയില് മറ്റേ ഓൻ ഗർഭം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നോക്കാം. കണ്ടോ കൊലസ്ത്രീ നടക്കണുണ്ടോ? ഇത് കണ്ടോ? ഈ ഡ്രസ്സ് ഇനി ടൈറ്റ് ആക്കിയ ഓ ശരിക്ക് കൊലസ്ത്രീയാണെന്ന് എല്ലാരും ഉണ്ട് അറിയും. കാരണം എന്താ വെച്ചിട്ടാ നേരാണ് കാണും കൊല. പെണ്ണുങ്ങൾ ഇങ്ങനെ ടൈറ്റിലിടണോ ഓക്കെ, ഇവനെതിനത് ഇങ്ങനെ എത്ര ടൈറ്റ് ആക്കി ഇട്ടിരിക്കുന്നു. ഇന്നലെ അവനോട് ചോദിച്ചപ്പോ എനിക്ക് 5 മാസം. ഇപ്പോഴോ വല്ലാത്തൊരു ഗർഭം തന്നെ ഇത്. രാവിലെ മറ്റേ ഊരിയേക്ക, രാത്രിക്ക് കെട്ടിയേക്ക, വല്ലാത്തൊരു ഗർഭപാത്രം തന്നെ ഇത്. ഇത് ഏതാ സ്റ്റീലാ അലുമിനിയോ എന്ത് പാത്രം ആയാലും വേണ്ടില്ല, വല്ലാത്തൊരു പാത്രം തന്നെയാണ് ഇത്. ഈ ചങ്ങായി ഇപ്പൊ ആ രേണുസുതി ഇല്ലേ, ആ രേണുസുതിന്റെ മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവനും രേണുസുതി ഒക്കെ പാടെ കൂടിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ആ രേണുസുതി ഒരൊറ്റ പാട്ടിൽ ആ സ്റ്റേജ് മൊത്തം കണ്ട് ഇളക്കി മറിച്ചു. എല്ലാരും ഞാൻ കാണിച്ചു തരാം, ഇതൊന്നും നോക്കി. കാക്കാക്ക് പറ്റണില്ലേ കണ്ണുമൂറ് നോക്കാം. കണ്ണുമൂറ് അത്ര ഉസാറ് പോരാ. അതാ പോണു. ബംഗാളി അപ്പുറത്തും ഉണ്ട്. ഇനി ഓൻ പാടുന്നത് ഈ ചെങ്ങായിനെ നിങ്ങൾ അമ്പലത്തിൽ വല്ല പരിപാടി ഉണ്ടായിരുന്നിട്ട് വിളിച്ചോക്കാം, അവിടെയും പോയിട്ട് ഓൻ പാടും. ഒട്ടകങ്ങൾ വരി വരി വരി, ഈ ഒരു പാട്ട് മാത്രമേ ചെങ്ങായിക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ പൊന്നു സഖി ഏത് പരിപാടിക്ക് വിളിച്ചാലും ഉണ്ടാകും ഓന്റെ. എന്നിട്ട് അതിനിങ്ങോട്ട് ഷഡ്ജൊക്കെ ഇടുന്നുണ്ടായില്ലോ. ഇവന്റെ വിചാരം ഇവൻ ഈ പാട്ട് പാടുമ്പോ നമ്മളിത് എങ്ങനെ കേൾക്കണെന്ന് വെച്ചിട്ടാ, കേസ് ചിത്ര ശ്രേയാ ഘോഷലൊക്കെ പാടുമ്പോൾ ആ ഒഴുകി 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 ഇങ്ങനെ പോകൂലേ, അതുപോലെയാണ് കേൾക്കണത്. നമ്മക്കല്ലേ ഇതറിയുള്ളൂ രാമേന്ദ്രന്റെ പാട്ടാണിത് എന്നുള്ളത്. ഓന്റെ വിചാരം ഭയങ്കര ഫീമെയിലിന്റെ കുയിൽനാഥാണ് ഓന്റെ പാട്ട് എന്നാ. കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ കേൾക്കാതിരിക്കല്ലേ, ഞാൻ കേൾപ്പിച്ചുതരാം. ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണില്ലേ? നാല് പേരുള്ളവരൊക്കെ എന്തൊക്കെയോ വർത്താനം പറയാം. അപ്പൊ ഇവിടെ ആഞ്ഞോഞ്ഞ് പാടിയും കൊണ്ടിരിക്കുക. എനിക്ക് ആകെ അറിയുന്നൊരു പാട്ടാണ് ഒട്ടകങ്ങൾ വരി. എവിടുന്ന ഈ ചെങ്ങായി രാവിലെ കുറ്റിയും കുറ്റിപ്പുറം തന്നെയല്ലേ കുറ്റിയും പറിച്ചും കൊണ്ട് വന്നിരിക്കുന്നത്. വല്ലാത്തൊരു ചെങ്ങായി തന്നെ. തൊലിക്കട്ടി എന്ന് പറഞ്ഞല്ലോ, കണ്ടാമൃഗം തോറ്റു പോകും ഇവന്റെ തൊലിക്കട്ടി. എന്നിട്ട് പറയണേ ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഭയങ്കര ഗർഭിണിയാണ്. എന്താ കേട്ടോ? ആണ് സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നുണ പറയുന്നല്ലോ. സീരിയസ്ലി അല്ല, നാടനെല്ലിയാണ്. ഉളുപ്പും നാണവമാനല്ലാത്തൊരു ചെങ്ങായി. വല്ല ലോഡിങ്ങിന്റെ പണിക്കും പോയിക്കൂടെ എനക്ക്? ഈ വണ്ണം തടി ഉണ്ടല്ലോ. സീരിയസ്ലി ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാർ ഇടാറ്, സാരി എടുത്തു വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്. നേരത്തെ സ്ത്രീ പറഞ്ഞ പോലെ സകല പെണ്ണുങ്ങളെ ഇവ അപമാനിക്കാണ്, മനസ്സിലായോ? ഈ കാക്ക സകല പെണ്ണുങ്ങളെ അപമാനിക്കാണ്. ഇവനക്ക് ഗർഭപാത്രം പോയിട്ട് അലുമിനിയ പാത്രം പോലും ഇല്ല. എന്നിട്ട് പോപ്പ പറയാൻ നിക്ക അവനക്ക് പള്ളയിലാണ്, അവനക്ക് മൂട്ടിലാണ്. തമാശ പറയല്ലോ കേട്ടോ, നിങ്ങൾ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും. കുറച്ചും കൂടി ഒരു 5-8 കൊല്ലം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഓനോട് കല്യാണം എന്താന്ന് വെച്ചോക്കാം, കുറച്ചും കൂടി ഓന്റെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ അപ്പളത്തിന്. എന്നിട്ട് വലിയ എല്ലാരും നിങ്ങളെ വിളിക്കും. ഇതിപ്പോ പറയാൻ തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലമായി. ഏത് ഓന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വലിയ പരിപാടി എത്രയും വെക്കണേ.
ഈ മറ്റേ MA യൂസഫ് അലിയെക്കാട്ടിലും വലിയ പരിപാടിയാവും വെക്കണത്. എന്നാ എന്താ ഓന്റെ ട്രീറ്റ്മെന്റ്? ഈ കൊല മുറിച്ച് കളയല്. അതോൻ കളയോ? അതോട്ട് കളയില്ല. ഓനിക്ക് പെണ്ണാവും വേണം, എന്നിട്ട് കൊല മുറിച്ച് കളയാനും പറ്റൂല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ ആണ് സത്യമായിട്ട് ഞാൻ അണ്ണടപ്പ് നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും ചില സമയത്ത് ചങ്ങായി. ഇവൻ ഈ തൊള്ള പളപ്പളപ്പളേനെ പറഞ്ഞുകൊണ്ടേ മനുഷ്യന്മാർക്ക് വെറുത്തിക്കണേ. അപ്പൊ ഒരു പാട്ടിയുടെ അവസരം കൊടുത്തിക്ക, എന്നാ അങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നാ മതിയല്ലോ. ഇതാക്കാം ആരെങ്കിലും നോക്കണുണ്ടോ? ഇത് ശ്രേയ ഘോഷലൊന്നും അല്ല കേട്ടോ, KS3 അല്ല, അത് ജാസിയാ, കുറ്റിപ്പുറം ജാസി. വിചാരിക്കണത് ഇപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ആയി കാണുന്നില്ലേക്ക. അതിന് വേണ്ട, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോ അധികമാവും. ഒരു യൂട്യൂബർ ചോദിക്കുവാനോട് ലൈഫിൽ കുഞ്ഞിക്കാല് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? തീർച്ചയായും ഓനെങ്കിൽ എല്ലാത്തിനും ഇല്ല, തീർച്ചയായിട്ടും ഇതാ ഓന്റെ തീർച്ചയായും കണ്ടോ. തീർച്ചയായിട്ടും അത് വലിയ ചോദ്യമാണ്. എനിക്ക് ലൈഫിൽ കുഞ്ഞിക്കാല് മറ്റേ കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും വലിയൊരു ചോദ്യമാണ്. ഞാൻ ഇവിടെ അടുത്തില്ല, ഏതെങ്കിലും അംഗനവാടി പോയി കാണും, അത് തന്നെ അതിന്റെ ആൻസർ. അല്ലാതെ എന്താ ഇജൊക്കെ മറ്റേ പള്ളിയിലാന്നും പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്കാനിങ്ങിൽ കുട്ടിയുടെ കാല് പുറത്തുണ്ട് അറിയും. മനസ്സിലായോ? ഡോക്ടർ അറിയില്ല, കുട്ടിയുടെ കാല് ഇപ്പൊ തന്നെ പുറത്ത് ചാടിയിരിക്കുന്നു, ഇതേ നിമിഷം പേര് നടക്കുന്നു. അതെന്റെ കൊലയാണെന്നുള്ളത് ഇപ്പൊ ഡോക്ടർക്ക് അറിയില്ലല്ലോ. ഈ ജാതി വേഷം കെട്ടുകൊണ്ടല്ലേ അങ്ങോട്ട് ചെന്നിക്കണേ. പ്രത്യേകിച്ച് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമുക്കിപ്പോ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അഡോപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലാണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ഒരു കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുക, നല്ല ഫുഡ് അന്നം കൊണ്ട് കിട്ടും, അന്നം കൊണ്ട് വിദ്യാഭ്യാസം കിട്ടും, നല്ല മെസ്സേജുകളും കിട്ടും. അതും ഇജി ചെയ്ത പോലെ തന്നെ പഠിപ്പിച്ചണം. ആദ്യം ഒരു പെണ്ണ് കെട്ടുക, എന്നിട്ട് ആ കുടുംബം കലക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത് ഏതെങ്കിലും മറ്റേ വയ്യാത്ത അമ്മയുടെ മക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ ഒരു ചുരിദാർ ഇടിപ്പിച്ച, ഇനി അഥവാ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുണ്ടും ഷർട്ടും ഇടിപ്പിച്ച, എന്നിട്ട് എങ്ങനെയെങ്കിലും മാക്സിമം കുടുംബം കലക്കണ നല്ല നല്ല മെസ്സേജുകൾ എൻ്റെ അടുത്ത് ആ കുട്ടിക്ക് പഠിച്ചാണ്ടാവും. ബാക്കി പറ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ചും കൂടെ എന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തീർച്ചയായിട്ടും ഒരു അഡോപ്ഷൻ ഞാൻ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഈ ലിസ്റ്റ് കല്യാണത്തിന് വിളിക്കുന്നവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മെയിൻ ആള് ആരൊക്കെയായിരിക്കും? നമ്മുടെ ഒരുപാട് പേരുണ്ട്. എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്നെ കാണുന്ന ആൾക്കാര് ഒരുപാട് പേര്, എന്റെ ബെസ്റ്റ് സുഹൃത്തുക്കൾ, നല്ല വെൽവിഷർ ഉണ്ട്. അപ്പൊ അവരൊക്കെ വിളിക്കും. കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അത് പുറകിൽ നല്ല കുത്ത് തന്ന കുറെ. അത് നിർത്തിച്ച പുറകുന്ന തന്നെ കുത്തിയ കാര്യങ്ങൾക്ക് കുഞ്ഞ അവിടെ ഇപ്പം നിൽക്ക്. അതൊന്നും ഇപ്പൊ ഞമ്മക്ക് ഇജ്ജി പറയണ്ട. നമുക്ക് അല്ലാത്ത തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ അവന്റെ കല്യാണം എന്നാ കുറച്ചും കൂടിയും വെയിറ്റ് ചെയ്യും. ഇപ്പൊ തന്നെ 42 വയസ്സായി. ഇനി ഒരു 8-10 കൊല്ലം കൂടി, അപ്പൊ അതിന് 52 ആവും. ഇന്നെന്താ അറിയോ, പെൻഷനും പോവാ. പിന്നെ ഇവന്റെ അവസ്ഥ എന്താ കാരണം അറിയോ? ഇവൻ പറഞ്ഞ ഡേറ്റില് കല്യാണം നടന്ന ഞാൻ കാണിച്ചു. തന്നെ ആശിയും ജാസിയാണ് അത്. ആശി അപ്പോഴും അങ്ങനെ തന്നെ ആക്കാരം. പക്ഷെ ഇവനിക്കിപ്പോ കൂടുതൽ കാലൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനക്ക് ഏറെക്കുറെ ഇപ്പൊ തന്നെ ഇവന്റെ മുഖമൊക്കെ ഒന്ന് നിങ്ങൾ മറ്റേ മേക്കപ്പ് ഇല്ലാതെ കണ്ടുക്കണോ? ഈ ആസ്പെറ്റാസ് അടിക്കച്ചിക്ക് വേണം, അങ്ങനത്തെ ഉന്തും മൊയും കുജുക മുഖത്തു കൂടെ. ഇതൊക്കെ പുട്ടിട്ടിട്ട് ഇങ്ങനെ അടച്ച് തീർക്കണേ. ഒരു തന്തച്ചായണ്ട് വന്നിക്കണു. എന്നിട്ട് ഓൻ കുറെ പുട്ടി വാരി. ഇവൻ ഇടുന്ന മേക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു വണ്ടി മുഴുവൻ പെയിന്റ് അടിച്ച അത്രക്കുണ്ട്. അതും ഏറ്റിയും കൊണ്ടാ ഓൻ വരിക. എന്നിട്ട് ഓനാ പറയണോ എനിക്ക് ഗർഭിണനാടാ, ഗർഭിണീന്ന് എങ്ങനെ എന്നെ പറ? കൊലല്ല എന്നെ എങ്ങനെ ഗർഭിണിയാറ? ഇജ് ഗർഭിണനാ, ഇജൊന്ന് പറ. ഇജി പെറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ല മൂട്ടിന്ന് ഞാൻ വലിച്ചെടുക്കും കുട്ടീനെ കേട്ടോ. എത്രയായാലും 5 മാസം എന്നല്ലേ, 5 മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. നേരെ ഞാനണ്ട് വരും. ഞാനൊന്ന് നോക്കട്ടെ കുട്ടിയെ വരുന്നാണ്ട് വീട്ടപ്പറ്റിയെ വരുന്ന പുറത്തേക്ക് എന്നുള്ളത്. ആരോടാ കളിക്കുന്നത്? ഇലക്കാതെ പോ ചങ്ങായി. ഇത്ര പോരൂലേ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചും കൂടെ. എനിക്ക് വല്ല തെങ്ങിൻ്റെ കൂടെ പോയി കളിച്ചുകൂടെ? ഇവന്റെ വിചാരം ഈ പ്രമോഷന്റെ വീഡിയോസിന് മുഴുവൻ പോയിട്ട് മറ്റേ വൈകുന്നേരം വന്നിരുന്ന് പൂർണ്ണമായിട്ടില്ല ലാഘവത്തോടെ ഞാൻ പറയണേ എന്റെ പ്രസവം മറ്റന്നാ 4-ാമത്തെ. ഇവന്റെ വിചാരം ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഓ ഡെയിലി കക്കൂസ് പോണ പരിപാടിയാന്നാണ്. അതിന്റെ ഒരു വില അറിയണ്ടേ? നാലിലുള്ള ഇതിന് റെസ്പെക്ട് കൊടുക്കുക. ഒരു പെണ്ണ് എത്ര വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. അത് വല്ലതും ഈ കള്ളപ്പന്നിക്ക് അറിയോ? ഓന്നിട്ട് തൂറാൻ പോണ ലാഘവത്തോടെ പറയണേ എന്റെ പ്രസവം മറ്റേ 2 ദിവസം കൂടി കഴിക്കും. എപ്പ പ്രസവിക്കും? സീരിയസ്ലി അവന്റെ സീരിയസ്ലി നാടനലി
നീയൊക്കെ പോയിക്കോ. ആനക്കൊക്കെ ജന്മം തന്നീനേ ആ വാപ്പ ഇന്നും കബറ് കടന്നിട്ട് ഖേദിക്കുന്നുണ്ടാവും. വേറെ മറ്റൊന്നും കൊണ്ടല്ല. ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിത്തൊടിൽ വന്നത് സലാം പറഞ്ഞ് ദ്വയർക്കാനും പിന്നെ ഓലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യാനും ഒക്കെ ഉള്ളത് ആ മക്കളാണ്. അതിനെങ്ങനെ എന്റെ ദ്വയതല്ലേ മൂടിയിലെ ഹിമകൾ ആരാരോ ഓ അപ്പാടെ കബറിങ്ങക്ക് ദ്വയ ഉണ്ടാക്കണത് ഏത് ആ റബ്ബേ ദേഹം പോണല്ലോ ഒരു മിസ് ചെയ്യും ഉപ്പാന്ന് അപ്പാടെ തല ഒരിക്കൽ എടുക്കാൻ. ശരി എന്നാ ഞാൻ പോവുക. എന്റെ മൂഡ് മുഴുവൻ പോയി.